ഒരു അക്കൗണ്ടന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ബിസിനസ് ഓണർക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷനാണ് ഫ്രഷർ വേണോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ വേണോ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മതിയെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതേസമയം ചില ആളുകൾ ഒരുപക്ഷെ കമ്പനിയുടെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെയുള്ള ആളുകളാകാം, അല്ലെങ്കിൽ കുറച്ച് ഫൈനാൻഷ്യൽ ഒരു ക്രൈസിസിലുള്ള ആളുകളാകാം, ബഡ്ജറ്റൊക്കെ കൺസേൺ ഉള്ള ആളുകളാണെങ്കിൽ ഫ്രഷേഴ്സിനെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്ന് തീരുമാനിക്കും. അതല്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയ കമ്പനിയാണെങ്കിൽ നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ മാറ്റി നമുക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ, അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ധാരണയുണ്ട്. എന്താണ് ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഒരു കമ്പനിക്ക് നൽകുന്നത് എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് നമുക്ക് നൽകുന്നുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറേ സ്പീഡിൽ ഡാറ്റ എൻട്രി നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. അതല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ആണെങ്കിലും നമ്മുടെ കമ്പനിയുടെ നേച്ചർ ഓഫ് ബിസിനസ്സിനെ സംബന്ധിച്ചത് അങ്ങനെ അത് അനലൈസ് ചെയ്യാനുള്ള, അതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല കാലിബറുള്ള ഫ്രഷേഴ്സ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതേസമയം എക്സ്പീരിയൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടത് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്ന ആളാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഒരു 2 മാസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കൊടുത്ത് അവനെ കൊണ്ട് അതൊന്ന് അനലൈസ് ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സ്, എനിക്കിതിൽ നിന്നും നമ്മുടെ കമ്പനിയുടെ ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ഒരു ഒബ്സർവേഷൻ അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ കമ്പനിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ അതിനുവേണ്ടി 2 മണിക്കൂർ അവന് കൊടുത്താൽ അദ്ദേഹം അവിടെ ഇരുന്ന് അത് അനലൈസ് ചെയ്ത് നമുക്ക് തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ഈ ആളുകളിൽ നിന്ന് ആരെയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിക്കാം. അതൊരു പക്ഷേ ഫ്രഷറാകാം, ഒരു പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാകാം. അപ്പോൾ ഫ്രഷ് ആണോ എക്സ്പീരിയൻസ് ആണോ എന്നുള്ളതല്ല, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. അപ്പോൾ ഒരു ബിസിനസ്സുകാരന് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണോ ഫ്രഷറായിട്ടുള്ള ആണോ എന്നതിനേക്കാൾ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ബെറ്റർ ആണോ എന്നുള്ള അർത്ഥത്തിലായിരിക്കണം.